എന്ത് കോപ്പിലെ ദൈവമാണ്. Let me tell you, എന്റെ ദൈവം ജീവിക്കുന്നു, എന്റെ ദൈവം ജീവിക്കുന്നു. അടുത്ത പ്രാവശ്യം നിയമസഭ ഇലക്ഷന് ക്രിസ്ത്യാനികളെ മുൻപിൽ വന്ന് വോട്ട് തെണ്ടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. എം സ്വരാജിന് വിജയാശംസകൾ നേർന്ന് പാസ്റ്റർ സുരേഷ് സ്വരാജ് എന്നോ മറ്റോ ആണെന്ന് എനിക്ക് തോന്നുന്നു. അയാൾ കേൾക്കുന്നോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയട്ടെ, തന്റെ ദൈവം മരിച്ചു കാണാം. മിസ്റ്റർ സ്വരാജ്, let me tell you, എന്റെ ദൈവം ജീവിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് എം സ്വരാജ് ഒരു പൊതുപരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ദൈവങ്ങൾ മരിച്ചുവെന്നും മരിച്ച ദൈവങ്ങളിൽ നമ്മൾ എന്തിനാണ് ആശ്രയിക്കുന്നതെന്നും എന്ത് കോപ്പിലെ ദൈവങ്ങളാണ് ഉള്ളതെന്നും ഒക്കെയാണ് എം സ്വരാജ് ഒരു പരസ്യമായിട്ടുള്ള ഒരു വേദിയിൽ പ്രസംഗിച്ചത്. ഇത്രയും ദൈവങ്ങൾ ഉണ്ടായിട്ടും പോക്കി ചുഴലിക്കാറ്റ് തടയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ചുഴലിക്കാറ്റ് തടയാൻ ഒരു ശേഷിയില്ലാത്ത ദൈവങ്ങളെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഉറപ്പിച്ചു നിർത്താൻ കഴിയാത്ത ദൈവം എന്ത് കോപ്പിലെ ദൈവമാണ്. ഇപ്പോൾ നിലമ്പൂർ മത്സരിക്കുമ്പോൾ നിലമ്പൂരെ മലയോര മേഖലകളിലും ദൈവവിശ്വാസികളായവരുടെ അടുത്തും ക്രൈസ്തവരുടെ ഒക്കെ അടുത്തും ചെന്നിട്ട് എം സ്വരാജ് വലിയ വായിൽ പ്രസംഗിക്കും. ദൈവങ്ങൾ മരിച്ചു, നിങ്ങളുടെ ദൈവം എന്ത് കോപ്പിലെ ദൈവമാണ്, നിങ്ങൾ ഈ കോപ്പിലെ ദൈവങ്ങളെയൊക്കെയാണോ ആരാധിക്കുന്നത് എന്ന്, നിങ്ങൾ എന്തിനാണ് ഈ കോപ്പിലെ ദൈവങ്ങളെ ആരാധിക്കുന്നതെന്ന് വലിയ വായിൽ ചോദിക്കും. അന്തസ്സുണ്ടെങ്കിൽ ഉളുപ്പുണ്ടെങ്കിൽ ഉറച്ച നിലപാടിൽ നിൽക്കണം സ്വരാജെ. ഈ നിലപാട് താൻ ഇനി മാറ്റരുത്. ഞങ്ങളൊക്കെ ദൈവ വിശ്വാസികളാണ്, ഞങ്ങളൊക്കെ ക്രിസ്തുമത വിശ്വാസികളാണ്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്. ദൈവങ്ങൾ തന്റെ ദൈവം മരിച്ചു കാണും, എന്നാൽ ഞങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ല. പാസ്റ്റർ സുരേഷ് ബാബുവിന്റെ ഈ വാക്കുകൾ നിങ്ങൾ ഒന്ന് കേൾക്കണം, കേൾക്കാതെ പോവരുത്. പറയട്ടെ, എപ്പോഴും കർത്താവിലുള്ള ദൈവമക്കൾക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊക്കെയാണ് നമ്മുടെ സ്റ്റേറ്റിലുള്ള രാഷ്ട്രീയത്തിന്. ഞാൻ അതിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലാകട്ടെ മറ്റു സ്ഥലത്താകട്ടെ ദൈവാശ്രയമുള്ള, ദൈവം വിശ്വസിക്കുന്ന, ദൈവത്തെ പരിഹസിക്കുന്നവരല്ല, ദൈവത്തെ ആശ്രയിക്കുന്നവരെ ഭരിക്കണം. കഴിഞ്ഞ ദിവസം കേരള സംസ്ഥാനത്ത് ഭരിക്കുന്നതായ ഒരു പാർട്ടിയുടെ, കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു MLA ആണോ നേതാവാണോ, അദ്ദേഹം MLA നിന്ന് തോറ്റവണമെന്ന് എനിക്കറിയത്തില്ല. അയാൾ ഇങ്ങനെ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത് കണ്ടു, ദൈവങ്ങൾ മരിക്കുമ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ അവന്റെ ദൈവം മരിച്ചു എന്ന് വളരെ കൃത്യമായി തന്നെ സംഭവം കണ്ടു. ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ഈ തലസ്ഥാന നഗരിയിലിരുന്ന്, അയാൾ പേര് സ്വരാജ് എന്നോ മറ്റോ ആണെന്ന് എനിക്ക് തോന്നുന്നു. അയാൾ കേൾക്കുന്നോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയട്ടെ, തന്റെ ദൈവം മരിച്ചു കാണാം. ക്യാമറ നോക്കി ഞാൻ പറയട്ടെ, തന്റെ ദൈവം മരിച്ചു കാണും, പക്ഷെ എന്റെ ദൈവം മരിച്ചിരിക്കുന്നു. എന്റെ ദൈവം മരിച്ചില്ല. മിസ്റ്റർ സ്വരാജ്, ലെറ്റ് മീ ടെൽ യു, എന്റെ ദൈവം ജീവിക്കുന്നു, എന്റെ ദൈവം ജീവിക്കുന്നു. അടുത്ത പ്രാവശ്യം നിയമസഭ ഇലക്ഷന് ക്രിസ്ത്യാനികളെ മുൻപിൽ വന്ന് വോട്ട് തെണ്ടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, കർത്താവ് യേശു ക്രിസ്തു കല്ലറയിലല്ല, അവൻ മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തി അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. നിങ്ങളുടെ ലെനിൻ അത് ഉയർത്തെഴുന്നേറ്റില്ല, അയാൾ ഇന്ന് കണ്ണാടിക്കൂട്ടിനകത്ത് അതേ തണുത്തുറഞ്ഞു കിടക്കുന്നു. എന്നാൽ യേശു കർത്താവ് രാജാതി രാജാവായി, കർത്താതി കർത്താവായി അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. നിങ്ങളുടെ കമ്മ്യൂണിസം പരാജയമല്ല, അമ്പേ പരാജയമാണ്. അത് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളൊരു ശുദ്ധ പരാജയമാണ്. നിങ്ങളുടെ ചിഹ്നം അരിവാൾ ചുറ്റിയ നക്ഷത്രമല്ല, നിങ്ങളെ ഒരു പരാജയത്തിന്റെ ചിഹ്നമാണ്. കാരണം യേശു ജീവിക്കുന്നു. ദൈവാശ്രയമുള്ളവരെ എഴുന്നേൽക്കണം. ഇനി സ്വരാജിന്റെ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. സ്വരാജിന്റെ ആ ഒരു മഹത്തമായ ഒരു പ്രസംഗം, സ്വരാജിന്റെ ആ ഒരു പ്രസംഗം കേൾക്കാതെ ഒരിക്കലും പോകരുത്. കാരണം ദൈവമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന, ദൈവവിശ്വാസികളെ തള്ളിപ്പറയുന്ന, ദൈവത്തെ തള്ളിപ്പറയുന്ന സ്വരാജിന് വേണോ നിലമ്പൂരിലെ മലയോര മേഖലകളിലെ ക്രൈസ്തവരും ദൈവവിശ്വാസികളും ഒക്കെ വോട്ട് ചെയ്യുവാൻ? ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ വക്താവായിട്ടുള്ള എം സ്വരാജിന് എന്തിന് ദൈവവിശ്വാസികൾ വോട്ട് ചെയ്യണം? എന്തിന് ദൈവത്തെ ആശ്രയിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ആളുകൾ ദൈവമില്ല എന്ന പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിച്ച് ദൈവമില്ല എന്ന് വിശ്വസിച്ച് അത് പ്രചരിപ്പിക്കുന്ന ആ സ്വരാജിന് എന്തിന് ദൈവവിശ്വാസികളായിട്ടുള്ളവർ വോട്ട് ചെയ്യണം? ഈ വീഡിയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് എതിരല്ല, ഈ വീഡിയോ ഏതെങ്കിലും ഒരു മതസമുദായത്തിന് എതിരല്ല, ഏതെങ്കിലും വിശ്വാസങ്ങൾക്കും എതിരല്ല. പക്ഷെങ്കിൽ ദൈവവിശ്വാസികളായിട്ടുള്ള ആളുകൾ എന്തിനു വേണ്ടിയിട്ട് എം സ്വരാജിനെ പോലെ
ദൈവവിശ്വാസത്തെ എതിർക്കുന്ന, ദൈവം ഇല്ല എന്ന പ്രത്യയശാസ്ത്രം ഉള്ള CPM പോലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യണം. ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന, ദൈവമില്ല എന്ന് പ്രചരിപ്പിക്കുന്ന, പഠിപ്പിക്കുന്ന എം സ്വരാജിന് വോട്ട് ചെയ്താൽ ദൈവമില്ല എന്ന് പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കായിരിക്കും നമ്മൾ വോട്ട് ചെയ്യുന്നത്. നാളെ ഇവരൊക്കെ രാജ്യം ഭരിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ ദൈവവിശ്വാസത്തിനെതിരായി പ്രവർത്തിക്കും. ദൈവവിശ്വാസത്തിനെതിരായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ട് ദൈവവിശ്വാസികളായിട്ടുള്ള പ്രിയപ്പെട്ട വിശ്വാസികളെ കൈകൂപ്പി നിങ്ങളോട് യാചിക്കുകയാണ്, ഈ ആൾക്ക് ഒരു കാരണവശാലും വോട്ട് ചെയ്യരുത്. ദൈവമില്ല എന്ന പ്രത്യയശാസ്ത്രം ഉയർത്തിപ്പിടിക്കുന്ന ഈ എം സ്വരാജിനും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വോട്ട് ചെയ്യരുത്. പാസ്റ്റർ സുരേഷ് ബാബു പറയുന്ന വാക്കുകൾ ഇതാണ്: അമ്പയെ പരാജയപ്പെട്ടു പോയ ഒരു പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുപോലെ തന്നെ നിങ്ങളുടെ ചിഹ്നം അത് അരിവാൾ ചുറ്റിയ നക്ഷത്രമാണ്. അതല്ല, ആ ചിഹ്നമല്ലായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയത്. നിങ്ങൾക്ക് തോറ്റുപോയ, പരാജയപ്പെട്ടു പോയ നിങ്ങൾ തന്നെ ആവണം പാർട്ടിയുടെ ചിഹ്നം. അതായത് അമ്പേ പരാജയമായിട്ടുള്ള സ്വരാജ് വേണം ആ പാർട്ടിയുടെ ചിഹ്നമാകാൻ. പിന്നീട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കണം, ശ്രദ്ധാപൂർവം നിങ്ങൾ വീക്ഷിക്കണം. മലയോര മേഖലയിലെ ക്രൈസ്തവരുടെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് വോട്ട് തെണ്ടി ചെല്ലുമ്പോൾ നിങ്ങൾ വാ തുറന്ന് ചോദിക്കണം, ദൈവമുണ്ടോ ദൈവം ഇല്ലയോ എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്നതെന്ന്. അങ്ങനെ ഒരു ചോദ്യം സ്വരാജിലേക്ക് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സ്വരാജ് ഒരു പക്ഷേ പറയാൻ പോകുന്നത് ദൈവമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു, ദൈവമുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ എതിർക്കത്തില്ല എന്ന്. പിന്നെ എന്തിനാണ് സ്വരാജ് ദൈവത്തെ കോപ്പിലെ ദൈവം എന്നൊക്കെ പറയുന്നത്? ദൈവത്തെ ആക്ഷേപിക്കുന്നത്, ദൈവത്തെ അപമാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ അപമാനിക്കുന്ന, ദൈവത്തെ ആക്ഷേപിക്കുന്ന സ്വരാജനായിരിക്കില്ല ക്രൈസ്തവ വിശ്വാസികളുടെയും ദൈവ വിശ്വാസികളുടെയും വോട്ട്. ആ വോട്ട് രേഖപ്പെടുത്തേണ്ടത് ദൈവവിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഒരു കാരണവശാലും ഈ ദൈവവിരുദ്ധനെ നിയമസഭയിലേക്ക് ഇനി ഒരിക്കൽ കൂടി അയക്കരുത് എന്ന അപേക്ഷയോടെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. ഈ വീഡിയോ എല്ലാ ദൈവമക്കളിലേക്കും ഷെയർ ചെയ്യുക. താങ്ക് യു.